മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 38-39 വാക്യങ്ങൾ. Gospel of Matthew chapter 12 verses 38-39. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല. മതി. Verses 38 says, Then certain of the scribes and of the Pharisees answered, saying, Master, we would see a sign from thee. But he answered and said unto them, An evil and adulterous generation seeketh after a sign, and there shall be no sign be given unto it, but the sign of the prophet Jonas. അത്ഭുതങ്ങള് അടയാളങ്ങളൊക്കെയും കാണാൻ വളരെ ഇഷ്ടമുള്ളവരാണ് മനുഷ്യ കുലം. As humankind, we love to see miracles and wondrous works of God. പക്ഷേ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നുമില്ല, ഒരു മാജിക് ഷോ അല്ല. But the miracles or wondrous work is not a magic show. ഏത് അത്ഭുതമായിക്കോട്ടെ, ഏത് അടയാളമായിക്കോട്ടെ, കർത്താവ് ചെയ്യുന്നതിൻ്റെ പിന്നാലെ ഓരോ ഉദ്ദേശങ്ങൾ ഉണ്ട്. Whichever miracle, whichever signs Jesus Christ has showed, there was a purpose behind it. യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷയിൽ യേശു ജനത്തിൻ്റെ മധ്യത്തിൽ കാണിച്ച അത്ഭുതങ്ങളുണ്ട്. യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ കാണിച്ച കാര്യങ്ങളുമുണ്ട്. In Jesus Christ's public ministry, he had done miracles to his in front of his disciples as well as the multitude. ഓരോത്തിനും ഓരോ ഉദ്ദേശമുണ്ട്. And each had its own specific purpose. അതിനാൽ ദൈവം താൻ ആഗ്രഹിക്കുന്ന സന്ദേശം കൈമാറുകയായിരുന്നു ചെയ്തത്. As a result, whichever message the Lord had desired, he submitted, he gave that message through it. എന്നിട്ട് യേശു തന്റെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചു വിടുമ്പോഴും പറയുവാണ്, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങൾ സുവിശേഷം അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. And Jesus, as his best disciples, said through miracles, signs and wondrous works, you must proclaim the gospel. പക്ഷെ ഇവിടെ പരീശന്മാരും ന്യായശാസ്ത്രിമാരും ചോദിച്ച ചോദ്യത്തിന് യേശു അത്ഭുതമോ അടയാളമോ ഒന്നും കാണിക്കാൻ താല്പര്യപ്പെട്ടില്ല. Here Jesus Christ, when he was questioned by the scribes and the Pharisees, he did not desire to show a sign unto them. Amen. Amen. Glory to God. Glory to God. ഇന്ന് പകൽക്കാലം നമുക്ക് ഒന്ന് ചിന്തിക്കാം, പരിശുദ്ധാത്മാവിനോട് നമുക്ക് യാചിക്കാം, എന്താണ് നമ്മളോട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. Can we meditate for a few moments and ask the Holy Ghost, what is it that you desire to speak unto us? നമുക്ക് പ്രാർത്ഥിക്കാം. Can we pray? എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കാം. Can we close our eyes in കർത്താവ് prayer? ഒരു വചനം നമുക്ക് തരുമ്പോൾ When the Lord gives us a word, ആ വചനത്തിൽ കൂടെ കർത്താവ് കേൾക്കുന്ന ഏവരെയും എന്തോ കൈമാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. and through those ones that hear from that word, the Lord would like to impart something through it. സ്തോത്രം. അതിന് കർത്താവിനോട് തന്നെ നമുക്ക് യാചിക്കാം. And for that we must ask unto the Lord himself. Glory to God. ദൈവജനമേ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സാധാരണയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും അവന്റെ ജീവിതത്തിൽ നടക്കണം. That for a child of God, miracles and signs of wonder should become an ordinary event. ആമേൻ. പക്ഷെ അത് കാണിക്കുവാൻ വേണ്ടി അവൻ നടക്കുന്ന വ്യക്തിയല്ല. But he should not be one that would show that and do it as a way and means to show and display. ഇത് അവനെ പിൻഗമിക്കുന്ന ഒരു കാര്യമാണ്. This must be one that should follow them. ഹല്ലേലൂയ. Amen. പ്രാർത്ഥിക്കാം. Can we pray? കർത്താവേ, നന്ദിയോടെ സ്തോത്രം, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ദൈവവചനത്തെ അതിൻ്റെ ആധികാരികതയോടുകൂടെ ഇന്ന് പകൽക്കാലം സ്ഥാപിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹപ്രദത്തിന് കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ കർത്താവേ സ്തോത്രം, വചനം അതിൻ്റെ ആഴങ്ങളിൽ ഞങ്ങൾ പതിയുവാനും അത് ഞങ്ങൾക്ക് വിടുതലായി തീരുവാനും കർത്താവ് ഇടയാക്കണമേ. ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്ന അടിയങ്ങളെ
കർത്താവെ, അങ്ങയുടെ വക്താക്കളാക്കി കർത്താവെ ഞങ്ങളുടെ അധരങ്ങളെ കർത്താവ് ഉപയോഗിക്കണമേ. കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുകയും ശക്തിയോടെ ഈ ദിവസങ്ങളിൽ ദൈവവേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വിപരീതമായി നിൽക്കുന്ന എല്ലാ അന്ധകാര പോരുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭത്സിച്ചു കർത്താവെ. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം കർത്താവ് ഏറ്റെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ, സ്തോത്രം. പുത്രൻ എല്ലാറ്റിലും മഹത്വം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ്, ഞങ്ങൾക്കും കേൾക്കുന്ന ഏവർക്കും അത് വിടുതലിന് കാരണമാക്കി തീർക്കണം. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വളരെ ആശ്രയിക്കുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ, സ്തോത്രം. ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പരീശന്മാർക്ക് ന്യായപ്രമാണത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം. The Pharisees knew very well of the scriptures. ന്യായശാസ്ത്രികൾക്കും പഴയ നിയമവും മോശയുടെ കൽപ്പനകളും മോശയുടെ പ്രമാണങ്ങളും വ്യക്തമായിട്ട് അറിയാം. The scribes knew very well about the Pentateuch and the words of Moses. പക്ഷെ യേശുവിനെ കണ്ടിട്ട് അവർക്ക് യേശു ആരാന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. But when they saw Jesus, they never were able to understand the revelation of Jesus. അവർ യേശുവിനോട് ചോദിക്കുന്ന ഒരു അത്ഭുതം കാണണം. They are asking Jesus for them to see a miracle. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. It is a very blessed thing to see miracles in our lives. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഒരു അത്ഭുതമോ ഒരു അടയാളമോ കാണത്തുമില്ല. But in certain circumstances, you might not see one miracle or a sign. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവന്റെ ഏറ്റവും ദൈവാശ്രയം നിൽക്കുന്നത് അത്ഭുതങ്ങളിലോ അടയാളങ്ങളിലോ അല്ല. For a child of God, their fundamental standing is not upon miracles or wondrous works. പകരം അവനെ പിടിച്ചു നിർത്തുന്ന ഘടകം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. What makes him stand through is the relationship with God. അപ്പോൾ ഇവിടെ യേശുവിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ അവർ നോക്കുവാണ്. So here in this particular plot, they're trying to make Jesus do something. യേശു അങ്ങയെക്കുറിച്ച് ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. Jesus, we have heard much of you. പല അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. We have seen you do many miracles. പക്ഷെങ്കിൽ ഞങ്ങൾ ഇത് കാണുവാൻ ആഗ്രഹിക്കുന്നു. But we desire to see those now. പലപ്പോഴും പലരുടെയും ചോദ്യം ഒരു ആവശ്യത്തിന്റെ മേളിലല്ല. Many times people question things in not time of need. പക്ഷെങ്കിൽ അവർ ചോദിക്കുന്നത് അവർക്ക് എന്തോ ഒന്ന് കാണണമെന്നാണ്. Sometimes they just want to see something happen. സ്തോത്രം. അവർക്കതൊന്ന് വിമർശിക്കാൻ വേണ്ടിയാണ് And നോക്കുന്നത്. it's for them an opportunity to criticize. സ്തോത്രം. അവർക്ക് അത് ഏത് വിധത്തിൽ ന്യായപ്രമാണോ ദൈവവചനത്തിന് യോജിച്ച ഒരു അത്ഭുതമോ അടയാളമാണോ എന്നോ കാണാൻ വേണ്ടിയാണ്. And it is an opportunity for them to see if this is from the scriptures or not. യേശുവിന്റെ ശുശ്രൂഷയുടെ പിന്നാലെ സ്തോത്രം ന്യായശാസ്ത്രികളും പരീശന്മാരും സ്തോത്രം മഹാപുരോഹിതന്മാരും പുറകെ നടന്ന് ആ ദൈവ ചെയ്യുന്ന അത്ഭുതങ്ങളെ കാണാതെ അവൻ ഏതെങ്കിലും ന്യായപ്രമാണത്തിന് വിപരീതമായി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുവാൻ പുറകെ നടക്കുന്നു. In Jesus Christ's ministry, there were many that followed him to see, is he doing things according to the scriptures or is he doing something against it? പക്ഷെ അവരുടെ കണ്ണുകൾ ഇതുവരെ തുറന്നിട്ടില്ലായിരുന്നു. ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമായിട്ടാണ് യേശു ക്രിസ്തു വന്നിട്ടുള്ളത്. But their eyes were not open to understand that he was the completion of that scripture. അവർക്ക് കണ്ണുകൾ തുറന്നിട്ടില്ലായിരുന്നു. ന്യായപ്രമാണത്തിൽ ഇവനെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. സാക്ഷാൽ ആ പൊരുൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വന്നിട്ടുണ്ടെന്ന്. They did not understand that in that scrolls were written about them and he was the one that was here to complete them. യേശു ആരാന്നുള്ള വെളിപ്പാട് അവർക്ക് കിട്ടാതെ തന്നെ, അവൻ ദൈവപുത്രൻ എന്നുള്ള വെളിപ്പാട് കിട്ടാതെ തന്നെ അവൻ ചെയ്യുന്ന പ്രവൃത്തി ഏത് അധികാരത്തിൽ ചെയ്യുന്നു എന്നുള്ള ചോദ്യമാണ്. And not understanding the revelation of Jesus Christ being the Son of God, they were questioning him in which authority he was able to do these things. അതുകൊണ്ട് അവർ ചോദിക്കുന്നു, ഒരു അത്ഭുതം ഒന്ന് കാണിക്ക്. And in that they are asking to do a miracle. ഇന്ന് പകൽക്കാലം അത്ഭുതം കാണാൻ ലോകത്തിൽ പലരും ഉണ്ട്. In this world today there are many wanting to see a miracle. പക്ഷേ അത്ഭുതങ്ങൾ ആർക്കാ ദൈവം ചെയ്യുന്നതെന്ന് അറിയാമോ? To whom the Lord does miracles. കർത്താവ് ആരാന്ന് വെളിപ്പെടുത്തി കാണിക്കാൻ വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. He
does that to show them, to reveal who he പക്ഷെ ഒരു is. ദൈവവൈതലിനെ സംഭവിച്ച് But instead for a child of ഇനി God, നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നില്ലെങ്കിലും though there is no miracle in your life, ഇനി നിന്റെ ജീവിതത്തിൽ ഒരു വ്യക്തമായിട്ട് പ്രത്യക്ഷമായിട്ട് ഒരു അടയാളം നടന്നില്ലെങ്കിലും even though there is no manifested sign in your നീ life, അത് പ്രതീക്ഷിക്കണ്ട. do not expect നിനക്ക് ഏറ്റവും വലിയ അത്ഭുതം നടന്നിട്ടുണ്ട്. you have the greatest നീ miracle in your life, ദൈവവൈതലായി തീർന്നു. that you have become a child of പാപവും God. ശാപവും ഹല്ലേലൂയ ന്യായവിധി എല്ലാം നിനക്ക് മാറിക്കിട്ടി. The sin and the curse and judgment has gone away from you. നീ കർത്താവിൽ ഒരു പൈതലായി മാറി. Now you have turned a child of God. ഇതിന് തത്തുല്യമായിട്ട് ഇനി ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ There is നടക്കാനില്ല. no other miracle that is in comparison to that. ആമേൻ. യേശുവിന്റെ രക്തം. ഇങ്ങനെയുള്ള ജനത്തോട് കർത്താവ് പറയുവാണ്, To these people, Jesus is saying, സ്തോത്രം. ദോഷവും വ്യഭിചാരവും ഉള്ള തലമുറ അടയാളം തിരയുന്നു. ആരാണ് അടയാളം തിരയുന്നത്? who is seeking a sign? കർത്താവ് ഇവിടെ രണ്ട് ഉദാഹരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. Jesus uses two examples to display that. ഹല്ലേലൂയ, സ്തോത്രം. അടയാളം തേടുന്ന വ്യക്തികൾ ആരായിരിക്കും? Who will be the one that seeks after a സ്തോത്രം. sign? ഒന്നവരെ വിളിക്കുന്നത് First they're called ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ. വ്യഭിചാരമുള്ള തലമുറ. an evil and adulterous generation. ആമേൻ. ആമേൻ. സ്തോത്രം. അപ്പൊ നോക്കിക്കേ, ഈ പരീശന്മാരോട് ഇതൊക്കെ പറയുമ്പോൾ So when he speaks to the Pharisees here, അവർക്ക് ഈ ദോഷവും വ്യഭിചാരം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതിന്റെ ആത്മീയ അർത്ഥങ്ങൾ പിടികിട്ടുന്നില്ല. they did not understand the spiritual sign behind the evil and adulterous generation. ആത്മീയമായിട്ട് ആത്മീയ വ്യഭിചാരം എന്ന് പറയുമ്പോൾ In spiritual language, when we call things as adulterous, അന്യ ദൈവങ്ങളുടെ മുൻപിൽ പോയി ആരാധിക്കുകയും അന്യ ദൈവങ്ങളെ സേവിക്കുകയും ചെയ്യുമ്പോൾ ഒരു ആത്മീയ അധപ്പതനത്തിൽ പോയിട്ട് ഹല്ലേലൂയ, സ്തോത്രം, അതിനെ വിമർശിക്കുക, അങ്ങനെയാ പരാമർശിക്കുന്നത്. when a person seeks after another god, when a person serves another god, it's equivalent to being an adulterous generation. പലപ്പോഴും വേദോസ്തവത്തിൽ അതിന്റെ പഴയ നിയമതാളുകളിൽ നമുക്ക് നോക്കാം. And we will see it in the Old Testament. എങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് മാറിപ്പോയത്? How has man run away from God? ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരാം. In the book of Judges, രണ്ടാം അധ്യായം in chapter 2, 17 വാക്യം ഒന്ന് വായിച്ചാട്ട് verses 17, അവിടെ നമുക്ക് കാണാം there we will see എങ്ങനെയാണ് ദൈവജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയത്. how the people of God ran away from him. അവരോ തങ്ങളുടെ ന്യായാധിപന്മാരെയും അനുസരിക്കാതെ അന്യ ദൈവങ്ങളോട് പരസംഗം ചെയ്ത് അവയെ നമസ്കരിച്ചു. തങ്ങളുടെ പിതാക്കന്മാർ നടന്ന വഴിയിൽ നിന്ന് വേഗം മാറിക്കളഞ്ഞു. അവർ യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച് നടന്നതുപോലെ നടന്നതുമില്ല. മതി, ഇംഗ്ലീഷ് വായിച്ചേ. And yet they would not hearken unto their judges, but went after whoring after other gods, and bowed themselves unto them. They turned quickly out of the way which their fathers walked in, obeying God's commandments of the Lord, but they did not so. നോക്കിക്കോണേ, രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ When we go to chapter 2, ദൈവം വാഗ്ദത്ത ദേശത്ത് അവരുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നു. God took their people to their promised land. കർത്താവ് അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു, God is clearly speaking unto അവിടെയുള്ള them അശേര പ്രതിഷ്ഠകളെയും അന്യ ദൈവങ്ങളെയും ഇതെല്ലാം ഹല്ലേലൂയ ഉടച്ചു മാറ്റണമെന്ന്. that they should take down any poles of Asherah and any other statues. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ But as days continue, ഹല്ലേലൂയ, സ്തോത്രം, അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്ന് നമുക്ക് നോക്കാം. can we see what happened in their lives? സ്തോത്രം. 8 വാക്യം മുതലൊന്ന് വായിച്ചാട്ടെ. Verses 8 onwards. എന്നാൽ യഹോവയുടെ ദാസനായി നൂന്റെ മകനായി യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അവനെ എഫ്രൈം പർവ്വതത്തിൽ തിമ്നോത്ത് ഹെരേസിൽ ഗായ്ഷ്മലയുടെ വടക്ക് വശത്ത് അവന്റെ അവകാശ ഭൂമിയിൽ അടക്കം ചെയ്തു. അവന്റെ അവകാശ ഭൂമിയിൽ അടക്കി. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തികളെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി. വേറൊരു തലമുറ ഉണ്ടായി. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ള ചെയ്ത ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരെയും ഇസ്രായേൽ ദേശത്തു നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ച് യഹോവയെ കോപിപ്പിച്ചു. അവർ യഹോവയെ ഉപേക്ഷിച്ച് ബാലിനെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും സേവിച്ചു. അവർ യഹോവയെ ഉപേക്ഷിച്ചു, ബാലിനെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും സേവിച്ചു.
യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. ആ അവരെ കവർച്ച ചെയ്യേണ്ടതിന് അവൻ അവരെ കവർച്ചക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ചുറ്റുമുള്ള ശത്രുക്കൾക്ക് അവരെ വിറ്റുകളഞ്ഞു. ശത്രുക്കളുടെ മുമ്പാകെ നിൽപ്പാൻ അവർക്ക് പിന്നെ കഴിഞ്ഞില്ല. യഹോവ അരുളി ചെയ്തിരുന്നത് പോലെയും യഹോവ അവരോട് സത്യം ചെയ്തിരുന്നത് പോലെയും യഹോവയുടെ കൈ അവർ ചെന്നിടത്തൊക്കെയും അനർത്ഥം വരത്തക്കവണ്ണം യഹോവയുടെ കൈ അവർക്ക് അനർത്ഥം വരത്തക്ക വിധം അവർക്ക് വിരോധമായിരുന്നു. അവർക്ക് മഹാകഷ്ടമുണ്ടാകുകയും ചെയ്തു. എന്നാൽ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവരോ തങ്ങളുടെ ന്യായാധിപന്മാരെ അനുസരിക്കാതെയും അന്യദൈവങ്ങളോട് പരസംഗം ചെയ്ത് അവയെ നമസ്കരിച്ചു. തങ്ങളുടെ പിതാക്കന്മാർ നടന്ന വഴിയിൽ നിന്ന് വേഗം മാറിക്കളഞ്ഞു. Nevertheless, the Lord raised up judges which delivered them out of the hand of those that spoiled them. And yet they would not hearken unto their judges, but they went whoring after other gods and bowed themselves unto them. They turned quickly out of the way which their fathers walked in, obeying the commandments of the Lord, but they did not so. യോശുവ വാഗ്ദത്തങ്ങളിലേക്ക് അവരെ നയിച്ചു. Joshua led them to their promises. വാഗ്ദത്ത നാട്ടിൽ തന്നെ അടക്കി. He was buried in the promised land. പക്ഷേ അടുത്തൊരു തലമുറ വന്നപ്പോൾ But when the next generation came, തലമുറ ദൈവത്തെ മറന്നു ജീവിച്ചു. That next generation forgot. വഴികളെല്ലാം മറന്നുപോയി. They forgot about the ways that the Lord took them അതുകൊണ്ട് through. കർത്താവ് അവരെ എന്ത് ചെയ്തെന്നറിയാമോ? You know what the Lord did unto them? ശത്രുവിന്റെ കയ്യിൽ അങ്ങ് ഏൽപ്പിച്ചു. They were let go to the hands of the enemy. ദൈവത്തിന്റെ കരം അവർക്ക് വിപരീതമായി ചലിച്ചു. The hand of the Lord was against ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കോണം. Today you must understand. ദൈവത്തെ മറക്കുമ്പോൾ, when you forget God, ദൈവം നടത്തിയ വഴികൾ മറന്നിട്ട്, when you forget the ways of the Lord, ഒരു തലമുറ ദൈവത്തിന്റെ വഴികളിൽ നടത്താതെ, without letting the next generation go the way of God, ഇഷ്ടത്തിന് വിട്ടുകൊടുത്താൽ, if you let that generation go according to their own way, ഇങ്ങനെ പറയുന്നു, the word of God says, നിനക്ക് അനുകൂലമായ കയ്യ്, the hand that was for you, നിന്റെ തലമുറയുടെ കാലം വരുമ്പോൾ, when your generation's time will come, കരം തന്നെ വിപരീതമായി പ്രവർത്തിക്കും. that hand will work against them. ഹല്ലേലൂയ. നീ അറിയത്തില്ല, you might not know, ദൈവം അവരെ ശത്രുക്കൾ കയ്യിലേക്ക് ഏൽപ്പിക്കും. he will place it in the hands of the enemy. ദൈവത്തിന്റെ കരം അവർക്ക് ഭാരമായി തീരും. The hand of the Lord will be heavy unto them. ദൈവത്തിന്റെ കരം വിപരീതമായി നിൽക്കുമ്പോൾ, when the hand of the Lord is against നിന്റെ them, യുദ്ധങ്ങൾ നിനക്ക് ജയിക്കാൻ പറ്റത്തില്ല. you're unable to win your battles. ആമേൻ. Amen. ഇവിടെ പറയുന്നു, അവർ അന്യ ദൈവങ്ങളായിട്ട് എന്ത് ചെയ്തു? പരസംഗം ചെയ്തു. That they went and had relationships with other gods. നോക്കിക്കോണേ, മനുഷ്യൻ അധപതിക്കുമ്പോൾ, when a man falls down, കാണപ്പെടുന്ന വിഗ്രഹങ്ങളുമായിട്ട്, the statues they see, അവന്റെ സ്നേഹവും സന്തോഷവും പങ്കുചേരുമ്പോൾ, when they will convey their love and അന്യ ദേവന്മാർ വിഗ്രഹങ്ങളായിരിക്കുമ്പോൾ, when other gods are statues, ബാലും അശേരത്ത് പ്രതിഷ്ഠകളുടെ മുമ്പിൽ ചെന്ന്, Baal and the statues of Ashtaroth, അതിന്റെ മുമ്പിൽ അവർ പരസംഗം ചെയ്യുവാനാ പറഞ്ഞത്. that they would whore themselves there. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കോണം. Today you must understand, അന്യ ദൈവങ്ങൾക്ക് വിറ്റുകൊടുക്കുമ്പോൾ, when you sell yourself to the other gods, ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ വിട്ടുകഴിയുമ്പോൾ, when you forsake the covenant of God, നീ നിന്നെ തന്നെ നയിക്കുന്നത് എവിടെയാണെന്നറിയാമോ? you know where you lead yourself to. സ്തോത്രം. പിശാചിന്റെ പാളയത്തിലാണ്. That you are in the camp of the enemy. നിനക്ക് ആത്മീയമായി സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? Do you know what happens to you spiritually? സംഭവിച്ചു. You fall down in your spiritual നീ വ്യഭിചാരം ചെയ്തതിന് തുല്യമായി, it becomes equivalent to an adultery അന്യ ദേവന്മാരുടെ കൂട്ടത്തിൽ with the other gods. നീ പോയും, or you will go. സ്തോത്രം. ഇത് ഇസ്രായേൽ മക്കൾക്കല്ലേ? Hasn't this happened to the Israelites? നമുക്ക് നോക്കാം ഗിദിയോൻ എന്ത് സംഭവിച്ചെന്ന്. What happened to Gideon? ഗിദിയോൻ വലിയ ശ്രേഷ്ഠനായിരുന്നു. Gideon was a mighty man. പക്ഷെ തന്റെ അവസാനം എങ്ങനെയാണെന്ന് നമുക്ക് But നോക്കാം. let's see how his ending was. 8-ാം അധ്യായം, Chapter 8. ന്യായാധിപന്മാർ തന്നെ, Judges chapter 8, 22-ാം വാക്യം. verses 22. അനന്തരം ഇസ്രായേല്യർ ഗിദെയോനോട്, നീ ഞങ്ങളെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കൊണ്ട് ഞങ്ങൾക്ക് രാജാവായിരിക്കണം, അങ്ങനെ തന്നെ നിന്റെ മകനും മകന്റെ മകനും എന്ന് പറഞ്ഞു.
ഗിദെയോൻ അവനോട്, ഞാൻ നിങ്ങൾക്ക് രാജാവാകയില്ല, ഇല്ല. എന്റെ മകനുമാകയില്ല, യഹോവയത്രേ നിങ്ങളുടെ രാജാവെന്ന് പറഞ്ഞു. പിന്നെ ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങളോട് ഒന്ന് അപേക്ഷിക്കുന്നു, നിങ്ങൾ ഓരോരുത്തൻ കൊള്ളയിൽ കിട്ടിയ കടുക്കൻ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അവർ ഇശ്മായിലിയർ ആയിരുന്നത് കൊണ്ട് അവർക്ക് പൊൻകടുക്കൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ തരാം എന്നവർ പറഞ്ഞു. ഒരു വസ്ത്രം വിരിച്ച് ഓരോരുത്തരുടെ കൊള്ളയിൽ കിട്ടിയ കടുക്കൻ അതിലിട്ടു. അവൻ ചോദിച്ചു വാങ്ങിയ പൊൻകടുക്കന്റെ തൂക്കം 1700 ശേക്കലായിരുന്നു. ഇതല്ലാതെ ചന്ദ്രക്കലകളും കുണ്ടലങ്ങളും മിദ്യാനി രാജാക്കന്മാർ ധരിച്ചിരുന്ന രക്താംബരങ്ങളും അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ മാലകളും ഉണ്ടായിരുന്നു. ഗിദെയോൻ അതുകൊണ്ട് ഒരു ഏഫോദ് ഉണ്ടാക്കി തന്റെ പട്ടണമായ ഒഫ്രയിൽ പ്രതിഷ്ഠിച്ചു. ഇസ്രായേലെല്ലാം അവിടേക്ക് പരസംഗമായി അതിന്റെ അടുക്കൽ ചെന്നു. അത് ഗിദെയോനും അവന്റെ കുടുംബത്തിനും ഒരു കെണിയായി തീർന്നു. ഗിദെയോനും അവന്റെ കുടുംബത്തിനും ഒരു കെണിയായി തീർന്നു. Glory to God. 26 മുതൽ വായിച്ചേ. Verses 26 onwards, and the weight of the gold earrings that he had requested was 1,700 shekels of gold, besides ornaments and collars and purple raiment that was on the kings of Midian, and besides the chains that were about their camels' necks. And Gideon made an ephod thereof and put it in his city, and even in Ophrah, and all Israel went hither whoring after it, which thing became a snare unto Gideon and to his house. നോക്കിക്കോണേ, മിദ്യാനികളുടെ മുമ്പിൽ ജയം കിട്ടി. They were victorious to the Midianites. For days, Midianites always stole from them. They were taking away their crops. But the Lord rose up Gideon. The Lord made them do miracles through them. He made the Midianites to be defeated. Many times in the presence of your victories, in the midst when you are rejoicing in your victory, when you see the hand of God moving for you, when you see the Lord using you, in that midst, people will come with several opinions. Not every opinion is godly counsel. When people speak well of you, it's not from God. Oh Gideon, that you should be the king. Let your kings, your sons be kings. Let their grandsons be. And Gideon said no. But he had an opinion. Glory to God. പലപ്പോഴും ആലോചനകൾ ആരോട് ചോദിച്ചിട്ടാ എടുക്കുന്നതെന്ന് നീ മനസ്സിലാക്കിക്കണം. Many times you should understand who you would seek your counsel with. ഒന്നും പറഞ്ഞിട്ടില്ല. God here did not speak anything to Gideon. But you know what Gideon did? You just should do a small favor to me. You know what he asked? നിങ്ങൾ ഓരോരുത്തൻ കൊള്ളയിൽ കിട്ടിയ കടുക്കൻ എനിക്ക് തരണം. നിങ്ങൾ ഓരോരുത്തർക്ക് കൊള്ളയിൽ കിട്ടിയ ഓരോ കടുക്കൻ എനിക്ക് തരണം. His request was in verses 24 that he would give me every man earrings of his prey. അങ്ങനെ അവർ കൊടുക്കാൻ തയ്യാറായി പോയി. And they were ready to give that. അത് അവനൊരു തുണി വിരിച്ചപ്പോൾ when he put a spread of his garment, അത് നിറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം, filled with earrings. ആമേൻ സ്തോത്രം. അതിന്റെ ഭാരം നോക്കിക്കോണേ. Let's look at the weight of that. എന്നാ ഭാരം ഉണ്ടായിരുന്നു അറിയാമോ? അവൻ ചോദിച്ചു വാങ്ങിയ പൊൻകടുക്കന്റെ തൂക്കം 1700 ശേക്കലായിരുന്നു. 1700 ഷേക്കൽ, 1,700 shekels of gold. അതുകൂടാതെ ഒത്തിരി പിന്നെയും കിട്ടി. And much more was received. അത് കഴിഞ്ഞ് ഗിദെയോൻ എന്തുണ്ടാക്കിയെന്ന് അറിയാമോ? ഗിദെയോൻ അതുകൊണ്ട് ഒരു ഏഫോദ് ഉണ്ടാക്കി. ഗിദെയോൻ അതുകൊണ്ട് ഒരു ഏഫോദ് ഉണ്ടാക്കി. തന്റെ പട്ടണമായ ഒഫ്രയിൽ പ്രതിഷ്ഠിച്ചു. അത് പട്ടണത്തിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചു. ഇസ്രായേലെല്ലാം അവിടേക്ക് പരസംഗമായി അതിന്റെ അടുക്കൽ ചെന്നു. നോക്കിക്കോണേ, പലതും പ്രതിഷ്ഠിക്കുന്നതിന്റെ മുമ്പിൽ ഇസ്രായേലും പോയി എന്ത് ചെയ്തെന്നറിയാമോ? അതിന്റെ മുമ്പിൽ പോയി പരസംഗം ചെയ്തു. And Gideon there made an ephod thereof and put it in his city, and all the Israel went there thither whoring after it. അത്
ഗിദിയോനും അവന്റെ കുടുംബത്തിനും അവന്റെ കുടുംബത്തിനും ഒരു കെണിയായി തീർന്നു. പല തീരുമാനങ്ങൾ ദോഷമായി തീരുന്നത് കണ്ടിട്ടുണ്ടോ? Have you seen decisions becoming a snare to people? ഇങ്ങനെ ഒരു തലമുറ നോക്കിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത്, And looking at this generation, Jesus is saying ദുഷ്ട തലമുറയാണ്. that you are an adulterous generation. നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ ചോദിക്കുന്നത് ഒരു അടയാളത്തിന് വേണ്ടിയാണ്. Again, you are asking for a sign. ദൈവത്തെ മറന്ന് Forgetting God. അന്യ ദൈവങ്ങളെ ഇപ്പോഴും ആചാരങ്ങളും അനുഷ്ഠിക്കുന്ന നിങ്ങൾ, The ones that are still walking after other gods. നിങ്ങൾക്ക് ഒരു അടയാളം കിട്ടത്തില്ല. Now you're not going to receive a sign. ഒരു അടയാളം ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. You have received the sign you should have ആ had. അടയാളം യോനാ പ്രവാചകനാണ്. That sign was prophet Jonas. ആമേൻ. അതിനകത്തെ ഒരു പൂർത്തീകരണവും കൂടെ സംഭവിക്കാൻ പോവാണ്. And in that there is one more. 3 ദിവസം ഇനി മനുഷ്യപുത്രൻ കടക്കും. As Jonas was inside the whale for 3 days, likewise the Son of Man will be inside. അവർക്ക് യോനയെ കുറിച്ച് നന്നായിട്ട് അറിയാം. They know about Jonas very well. യോനയുടെ മത്സ്യത്തിൽ കിടന്ന അനുഭവം അറിയാം. They know how Jonas was inside the whale. യാത്ര അറിയാം അവർക്ക്. They know about his journey to Tarshish. അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന They know it all very well. പക്ഷേ അതിന്റെ മർമ്മം പിടികിട്ടിയിട്ടില്ല. But they do not understand the mystery behind it. Jesus is saying, യോനയുടെ ഹൃദയം പോലെ അല്ല എന്റെ ഹൃദയം. My heart is not like the heart of Jonas. യോനയുടെ ആഗ്രഹമാണ് നിനവയിൽ പോകണ്ട. Jonas' desire was not to go to the land of Nineveh. തർശോസിൽ His desire was to go to Tarshish. പക്ഷേ ദൈവം, But God himself, ഹല്ലേലൂയ സ്തോത്രം, അവിടെ അത്ഭുതം ചെയ്യേണ്ടതിന് പകരം instead of doing a miracle there, ആദ്യം പറഞ്ഞു എനിക്ക് യോനയെ ഒന്ന് പണിയണം. first I must build unto Jonas. ഇല്ലാത്തടത്ത് കാറ്റ് വരും. Oh, wherever he was, there was no wind. ഹല്ലേലൂയ. യോനയെ, Oh, Jonah, നീ നിനവയിൽ പോയി അത്ഭുതം ചെയ്യേണ്ടവനാ. oh, you must go to Nineveh and നീ do your നിനവയിൽ miracles. ചെന്ന് പ്രസംഗിക്കേണ്ടവനാ. You must preach there. പക്ഷെ നിന്റെ അനുസരണക്കേട് നിമിത്തം Because of your ഇതാ disobedience, നിന്റെ യാത്രയിൽ ഞാൻ നിനക്ക് നേരെ ഒരു കൊടുങ്കാറ്റ് അയക്കുന്നു. in your journey I am sending a storm. നീ അനുസരിച്ചില്ലെങ്കിൽ If you disobey, സ്തോത്രം, നിന്നെ ഞാൻ ഹല്ലേലൂയ അനുസരണത്തിന്റെ വഴിയിൽ കൊണ്ടുവരും. I will teach you to bring you to the path of obeying. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചെന്നറിയാമോ? You know what happened to him? കാറ്റടിച്ചു. The wind came. നമുക്കറിയാം യോനയെ പിടിച്ചു വെള്ളത്തിലിട്ടു. We know Jonah and his story that he was dropped in യോനയ്ക്ക് the എന്ത് water. സംഭവിച്ചു? You know what happened to him? കടലാനയുടെ വയറ്റിൽ കടലാനയുടെ വയറ്റിൽ 3 രാവും 3 രാവും 3 പകലും ഇരുന്നത് പോലെ 3 പകലും ഇരുന്ന പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. ആമേൻ. Amen. കടലാന വന്ന് വിഴുങ്ങി. That the whale came and swallowed him. ആമേൻ. ആമേൻ. പലപ്പോഴും Many times പഠിപ്പിക്കാൻ ബുദ്ധിമുട്ട് ദൈവത്തെ അറിയുന്നവരെയാ. it is very hard to teach scriptures to the people that know God. യോനയ്ക്ക് ദൈവത്തെ അറിയാം. Jonas knew God. ദൈവത്തിന്റെ പ്രവാചകനാ. He is the prophet of God, ദൈവത്തിന്റെ ദൂത് വഹിച്ചോണ്ട് the പോകുന്നവനാ. one that carries his message. പക്ഷെ അവന്റെ ഹിതവും ദൈവത്തിന്റെ ഹിതവും തമ്മിൽ അലൈൻമെന്റ് വരാത്തപ്പോൾ But because of his will and God's will were not in alignment, അവനെ കർത്താവിന് പഠിപ്പിക്കാനാ ബുദ്ധിമുട്ട് വരുന്നത്. it was difficult for God to teach him പലപ്പോഴും first. നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ട് Many times we know ദൈവം God. നമ്മളോട് പറയുന്നത് മനസ്സിലാക്കി അതുവരെ പ്രവർത്തിക്കാൻ നമുക്ക് ഏറ്റെടുക്കാനുള്ള മനോഭാവമില്ല. Our mindset and attitude is not to receive നമ്മുടെ according to the will of ആഗ്രഹം God. ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കണം. Our desire is the way we desire things should എന്റെ go. ഹിതം പ്രകാരം പോകണം. According to my will, things should happen. ഞാൻ പ്രസംഗിക്കുന്ന ഇടത്ത് ദൈവപ്രവൃത്തി ഇറങ്ങിയാൽ മതി. Wherever I should preach, there should ഞാൻ be miracle തർശോസിൽ works. പ്രസംഗിച്ച അവിടെ ദൈവപ്രവൃത്തി When മതി. I go to Tarshish, there should be the move നിനവയിൽ of God. വേണ്ട. There should be no move of God in കർത്താവ് any പറഞ്ഞില്ല, way. നിന്നെ പഠിപ്പിക്കണം. God said, no, I must teach you first. ഇതുവരെ ആരെയും പഠിപ്പിക്കാത്ത ഒരു മാർഗം ആ കർത്താവ് യോനയെ പഠിപ്പിക്കാൻ എടുത്തത്. Now the Lord is teaching Jonah something that he was taught no one ചിലരെ else. പഠിപ്പിക്കണമെങ്കിൽ ആർക്കും സംഭവിക്കാത്ത ചില കാര്യങ്ങൾ ദൈവങ്ങളുടെ ജീവിതത്തിൽ For കൊണ്ടുവരും. some to be taught things should happen that should not happen to no ഇവിടെ one else. വലിയൊരു കാര്യം നടന്നു. Here a mighty thing happened. കടലാനയുടെ വയറ്റിൽ കൊണ്ടിട്ടു. He was inside the belly of the യോനെ whale. ഇതുവരെ ആരും കടലാനയുടെ വയറ്റിൽ പോയിട്ട് ജീവനോട് വന്നിട്ടില്ല. Oh, Jonah, no one has returned alive once he had gone inside the whale's belly. യോനയെ ഇതുവരെ ആർക്കും ദൈവം കടലാനയുടെ വയറ്റിൽ ഒരു ട്രെയിനിങ് സ്കൂൾ കൊടുത്തിട്ടില്ല. No one has been through a training school of the whale's belly. അല്ല, പക്ഷെ യോനയെ Oh, Jonah, നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനും for you to pray, നിന്നെ കൊണ്ട് ദൈവത്തോട് അയ്യം വിളിപ്പിക്കുവാനും for you to cry out unto God. നിന്റെ ദേശത്തിരുന്നാ നിന്നെക്കൊണ്ട് പറ്റത്തില്ല.
ചെയ്യത്തില്ല. If you are in your own land, you won't do it. ദൈവം ആരാന്ന് അറിയിക്കണമെങ്കിൽ For you to know who God നീ is. സമുദ്രത്തിലുമല്ല, Oh, you are not inside the sea. കരയിലുമല്ല, You're not on that land. എങ്ങുമില്ലാത്ത ഒരു ഇടത്ത് കൊണ്ടിട്ട് You are in a place of nowhere. ഇല്ലാത്തടത്ത് A place of solitude. കടലാനയുടെ വയറ്റിൽ കൊണ്ടിട്ട് Inside the whale's belly. നിന്നെ ചിലത് പഠിപ്പിക്കണം. The Lord must teach you certain ഇവിടെ things. നിന്നെ പഠിപ്പിച്ചാലേ ഉള്ളൂ You learn here. ഒരു ദൈവപ്രവൃത്തി നിന്നിൽ Then വെളിപ്പെടുത്തുള്ളൂ. through you there will be a move of God. Hallelujah. Hallelujah. Glory to God. Hallelujah. സ്തോത്രം. കടലാനയുടെ വയറ്റിരുന്ന് ദൈവം പഠിപ്പിക്കുകയാണ്. Inside the whale's belly, the Lord is teaching him. ഇങ്ങനെയാണ് മനുഷ്യപുത്രന്റെ വരവിൽ സംഭവിക്കാൻ പോകുന്നത്. This is likewise the Son of Man's ways. ഹല്ലേലൂയ. Amen. മൂന്നാം ദിവസം കടലാന കൊണ്ട് കരയ്ക്ക് കൊണ്ട് യോന ഇട്ടു. On the third day, the whale threw up Jonah. അപ്പോൾ അവൻ ചെന്ന് നിനവേ പോയി പ്രസംഗിച്ചു. For that, 3 days after that, he preached in the land of Nineveh. നിനവേലെ ആൾക്കാർ എത്ര മോശം ആൾക്കാരാണെന്നറിയാമോ? You know how wicked people were the people of Nineveh. പക്ഷെങ്കിൽ യോനയുടെ മെസ്സേജ് കേട്ടപ്പോ അവര് രട്ടിലും വെണ്ണീരിലുമായി ഉപവസിക്കാൻ തുടങ്ങി. But as soon as they heard the preaching of Jonah, they got themselves in sackcloths and started ഒരു praying. ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ഇവരെ ഹാൻഡിൽ ചെയ്യാൻ. There was no difficulty in handling them. വചനം സ്വാധീനിച്ചവരെ, Oh, the word influenced ദൈവ them. ശബ്ദത്തിന്റെ മുമ്പിൽ അവരെ അനുസരിച്ചു. They obeyed in the presence of the word of മ്ലേച്ഛമായി God. ജീവിച്ചുകൊണ്ടിരുന്നവരാ. They lived a wicked life. ന്യായവിധി വരാൻ പോവായിരുന്നു. They were about to have the അവർ judgment. ഉപവസിക്കാൻ തയ്യാറാ. But they were ready to fast. അവർ മാത്രമല്ല, They're not only. രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഉത്തരവ് വരുക. Oh, the proclamation from the king's palace. അവിടുത്തെ ഉത്തരം ഇതിനെക്കാട്ടിലും വലുതാ. It was greater than that. ഒരു മൃഗത്തിന് പോലും ഒന്നും കൊടുക്കണ്ടെന്നാ പറഞ്ഞത്. Not even a cattle or the flock should be given food. പലപ്പോഴും ഏറ്റവും ബുദ്ധിമുട്ട് ഹാൻഡിൽ ചെയ്യാൻ യോനയായിരുന്നു. It was difficult to handle Jonah first. നിനവേക്കാരെ എന്ത് ഈസിയാണെന്നറിയാമോ ഹാൻഡിൽ ചെയ്യാൻ? You know how it was easy to handle the people of നിന്നെ Nineveh. ഹാൻഡിൽ ചെയ്യാനാ ഏറ്റവും ബുദ്ധിമുട്ട്. Jonas, it was very hard to take care of നിന്നോട് you ഒരു കാര്യം first. പറഞ്ഞ് ജയിപ്പിക്കുവാനാ നിന്നൊക്കെ എനിക്ക് വരുന്ന പാട് കണ്ടില്ലേ? Look at the difficulty that I had to നീ teach you. ഒരറ്റത്ത് നിന്ന് പ്രസംഗിച്ചാ മതി. All you had to do was preach. കൊട്ടാരത്തിൽ എത്തിക്കോളും. The message will get to the palace. നിന്നോട് ഇത് പറയാ ചെയ്യാനല്ല ഞാൻ പറഞ്ഞു വിട്ടത്. Haven't I taught you to do this? പക്ഷെ നിനക്ക് അതിൽ വിശ്വാസമില്ല. Because you didn't have faith. നിന്നെ വലിയൊരു അത്ഭുതം ഞാൻ കാണിക്കണം. First, I must show you a great miracle. പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു കാര്യം വരുമെന്ന്. You did not expect that something like this will നിന്നെ happen. പോലെ ഒരു വ്യക്തിയെ ഞാൻ കടലാനയുടെ വയറ്റിൽ കൊണ്ടിടും. The person like you will be placed inside the അങ്ങനെ cell. നിന്നെ പഠിപ്പിക്കും. Then I will teach you. Amen, Jesus. Glory to God. നിനവേക്കാര് മാനസാന്തരപ്പെട്ടു. The people of Nineveh repented. Amen. അത് കഴിഞ്ഞ് വീണ്ടും നോക്കിക്കോണേ ആറ്റിറ്റ്യൂഡ് യോനയുടെ മാറുക. Now the attitude of Jonah changes again. അവർക്ക് നിനവേക്കാർക്ക് വലിയ സന്തോഷമായി. The people were rejoicing in the land of കർത്താവേ, Nineveh. നീ ഞങ്ങളോട് വന്ന് ദൂതറിയിച്ചതിനായി സ്തോത്രം. Thank you, Lord, for showing us and having mercy. ഞങ്ങളോട് ഇത്രയും സ്നേഹം കാണിച്ചതിനായി We സ്തോത്രം. thank you for the love that you have bestowed upon us. ഇത്രയും വലിയ അടയാളം ഞങ്ങൾ അറിയിച്ചിട്ടില്ല. Oh, we have not seen such a great miracle. ഞങ്ങളോട് യോന വന്ന് പറഞ്ഞു. Jonah spoke to us. കടലാനയുടെ വയറ്റിലായിരുന്നു. He was inside the belly of. കേട്ടിട്ടില്ലല്ലോ. Oh, we have never heard such ഒരു a miracle. വ്യക്തിയോട് A person, അവൻ അനുസരിക്കാഞ്ഞപ്പോൾ because he disobeyed, അവനെ പാഠം പഠിപ്പിച്ച് teaching him first ഞങ്ങളോട് വന്ന് നീ ദൂതറിയിപ്പിച്ചു. for you to give നീ us this എത്ര message. വലിയ ദൈവം. How great a God you are. നിനവേക്കാർക്ക് ഇത് കേട്ടപ്പോ വലിയ സന്തോഷമായി. People of Nineveh was very much rejoicing. യോനയ്ക്ക് അത്രയും സന്തോഷമില്ല കേട്ടോ. But Jonas was not very much happy about this. കാരണം ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല നടന്ന കാര്യം. Because things did not happen the way I expected it to അയ്യം move. വിളിച്ചതൊക്കെ കറക്റ്റ് ആണ്. It is good. It was true that I cried. വയറ്റിൽ നിന്ന് എന്നെ വിടുവിച്ചതൊക്കെ It സത്യമാണ്. is true that the Lord delivered me from the whale. പക്ഷെ ആ ദൈവപ്രവൃത്തിയിൽ ഞാൻ അത്ര സന്തുഷ്ടനല്ല. But I am not truly happy the way the മറ്റുള്ളവരുടെ Lord വിടുതൽ moved. എനിക്ക് അങ്ങോട്ട് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. I am not happy in the deliverance others are അവർ having. രക്ഷപ്പെടുന്നത് കാണുന്ന എനിക്ക് അങ്ങോട്ട് എത്ര അങ്ങോട്ട് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. I am not particularly happy the way that they are ശുശ്രൂഷയിലൊക്കെയാ delivered. സംഭവിച്ചതെങ്കിലും It happened in my ministry. എനിക്കൊട്ടും ആഗ്രഹമില്ലായിരുന്നു. But I never desired for things to happen this അതുകൊണ്ട് way. യോന എന്ത് ചെയ്തു? You know what Jonah did? യോനായ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. യോനയ്ക്ക് അനിഷ്ടമായി. അവന് കോപം വന്നു. കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നീ ചെയ്തു. ഇതാ പറഞ്ഞത്. സ്തോത്രം. And you did as I said. അതുകൊണ്ടാണ് ഞാൻ തർശീശിലേക്ക് പോയത്. And that's why I went to Tarshish first.
ദൈവത്തിന്റെ ഹൃദയം അറിയാൻ പറ്റുന്നില്ല യോനയ്ക്ക്. Jonah still did not understand the heart of പിന്നെ ഒരു God. ഇൻസിഡന്റ് അവിടെ യോനയ്ക്ക് നടക്കുകയാണ്. Another incident is എന്താ there. ഇൻസിഡന്റ് ഒന്ന് വായിച്ചേ. Let's read that incident. യോനായെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടിയിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരാവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. എന്റെ ഒന്നാമത്തെ ചോദ്യം, ഈ യോനയുടെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കാൻ ദൈവത്തിന് ഇത്ര എന്താ വിഷമം? Why was God busy after the heart of ദൈവം Jonah? പറയുന്ന ചെയ്യേണ്ടവനല്ലേ? Shouldn't he do according? ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കിക്കോ. Shouldn't he do according to തന്റെ the heart of ദാസൻ God? But വിഷമിച്ചിരിക്കുമ്പോൾ understand, ദൈവത്തിന് അവന് ഒരു തണല് കൊടുക്കണം. understand the heart of God. When his heart, servant's heart is displeased, he still provides എന്ത് the സംഭവിച്ചു നോക്കിയേ. provision. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. ആവണക്ക് കൊടുത്തു തണലിന് വേണ്ടി. വായിച്ചോ. പിറ്റേനാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. പിറ്റേ ദിവസം പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നയെന്ന് പറഞ്ഞു. ദൈവം യോനയോട്, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യർ അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. കർത്താവ് യോനയോട് ചോദിക്കുകയാണ്, യോനെ നിനക്ക് ആവണക്ക് വാടിപ്പോയിൽ വലിയ വിഷമായില്ലേ? Jonah, God is asking that, aren't you sad that the tree went down? യോനെ നിനക്ക് കടലാനയുടെ സൈസും കൊണ്ടുള്ള ഒരു ടെസ്റ്റിൽ വിട്ടിട്ട് നിനക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ, Jonah, you didn't understand the test with the whale. ഇനി ഒരു ചെറിയ പുഴുവിനെ ഞാൻ അങ്ങോട്ട്. Now I'm going to bring a small worm. ചെറിയ പുഴു മതി. A worm. ചിലർ വലുതെന്ന് പഠിക്കത്തില്ലെങ്കിൽ Some, when they're not learning from great things, അവരെ ചെറുത് നിന്നിട്ട് പഠിപ്പിക്കും. the Lord will teach them through small things. Glory. ആമേൻ. Amen. വലുതും കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. He didn't learn from the great. കർത്താവ് ഒരു പുഴുവിനെ പിറ്റേ ദിവസം അയച്ചു. Now a worm. ഈ പുഴു എന്ത് ചെയ്തു? കുത്തി. Now this worm started putting its poison. വെയിലത്ത് വാടിപ്പോയി. And it withered in the sun. അപ്പം നോക്കിക്കോണേ, യോനയുടെ ഭാവം കണ്ടോ? Look at the attitude of Jonah. ആവണക്കിനോട് കരുണയുണ്ട്. To the tree he had a heart. പക്ഷെങ്കിൽ നശിച്ച ജനത്തോടോ ഒരു കരുണയില്ല. But to the people that were dying, his heart wasn't there. കർത്താവ് പറഞ്ഞു, ഇതാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. God is saying, this is much important for നാം me. വായിച്ച വേദഭാഗത്ത് ഈ ഉദാഹരണമാണ് കർത്താവ് അവരോട് പറയുന്നത്. And the scripture we initially started with, this is the parable Jesus uses. കർത്താവ് പറയും, ഒരു അത്ഭുതം ഇനിയും കാണിക്കാൻ പോകുന്നില്ല. God is saying, I'm not going to show you a sign. നിങ്ങളെ ഒരു അത്ഭുതവും അടയാളം ഒന്നും കാണിക്കാൻ To പോകുന്നില്ല. this generation, I'm not going to show a sign. നിനവെക്കാരോട് ഒരു വാക്ക് പറഞ്ഞപ്പോ When I spoke a word to the people അവർ of Nineveh, മാനസാന്തരത്തിലേക്ക് വരുവാൻ സാധ്യമായി they തീർന്നു. were ready to repent. സ്തോത്രം. ഇനി ഇതിൽ കൂടുതൽ ഒരു അടയാളം ഇല്ല. There is no far greater sign than that. കാരണം ന്യായവിധി ദിവസത്തിൽ എന്ത് സംഭവിക്കും അറിയാമോ? You know what happened will on that judgment day? നിങ്ങൾ ഈ അടയാളമൊക്കെ ചോദിച്ചാല് You ask for these signs. നിനവെക്കാർ എതിർത്തെഴുന്നേറ്റ് നിങ്ങളോട് ഒരു കാര്യം The ചോദിക്കും. land of Nineveh will ask you one thing. നിങ്ങളോട് ഒരു കാര്യം ചോദിക്കും. They will ask you one ഹാ, thing. സ്തോത്രം. വായിച്ചേ. ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് ഒന്നിച്ചവരെഴുന്നേറ്റ് ചോദിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയവൻ. യോനയുടെ പ്രസംഗം കേട്ടിട്ട് നിനവെക്കാർ എന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു. The people of Nineveh heard the message of Jonah and repented. ഇവിടെ യോനയെക്കാട്ടിലും വലിയവൻ വന്നിരിക്കുക. But there is one far greater than അവൻ Jonah. വന്ന് പ്രസംഗിച്ചിട്ട് When he preached, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലേ? you're not able to believe. ആൾക്കാരെല്ലാം എഴുന്നേറ്റ് വന്ന് പറയും, And all the people of the land of Nineveh will say, യോനയെ കണ്ടിട്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. we believed Jonas that he was sent by God. കർത്താവായ യേശു വന്നില്ല. Jesus didn't come to us. പകരം
പകരം അവന്റെ ദാസനെ അയച്ചു. Instead, his servant came to അവന്റെ us. സ്നേഹം ഞങ്ങളോട് എത്ര വലുതാണെന്നറിയാമോ? You know how far great his love is towards us. കടലാനയുടെ വയറ്റിൽ നിന്ന് അവനെ ഇറക്കിക്കൊണ്ട് വന്ന് ഞങ്ങളോട് സുവിശേഷം പറഞ്ഞു. Pulling him outside of the belly of the whale, he's proclaimed the gospel to അത് us. കേട്ടിട്ട് ഞങ്ങളും ഞങ്ങളുടെ മൃഗങ്ങളും എല്ലാം ഉപവസിച്ചെന്ന്. Hearing that, we and our cattle പക്ഷെ pastured. സാക്ഷാൽ യേശു ഇറങ്ങി വന്നിട്ട് When Jesus himself manifested, നന്മ കാണിച്ച് doing good works, ആ സുവിശേഷം അറിയിച്ചപ്പോൾ claiming that gospel, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇല്ലേ? you're unable to believe. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല You're ഇല്ലേ? unable to accept. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലെങ്കിലുണ്ടല്ലോ, If you cannot accept this, ഹല്ലേലൂയ സ്തോത്രം, ഇതിൽ കൂടുതൽ ഒരു അടയാളം നിങ്ങൾക്ക് ഇല്ല. there is no far greater sign than this. Hallelujah. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് അവനെ കണ്ടു. You saw him with your own eyes. നിങ്ങൾ കണ്ടു അവന്റെ കരം സ്പർശിക്കുന്നത് You കണ്ടു. saw his hands touching you. ഭൂതങ്ങൾ അലറിപ്പോന്ന് നിങ്ങളുടെ കൺമുൻപിൽ കണ്ടു. You saw the demons fleeing from him. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നത് കണ്ടു. You saw him raising the dead. ഹല്ലേലൂയ സ്തോത്രം. ഇത് ഇത്രയും കണ്ടിട്ട് Seeing all of this, ഇനി നിങ്ങൾക്ക് ഏത് അത്ഭുതം കണ്ടാലാ നിങ്ങൾ മനസ്സിലാക്കാൻ what പോകുന്നത്? sign do you see and believe? ഞങ്ങൾക്ക് ഒരു അത്ഭുതം കാണിച്ചിട്ടില്ല. Oh, I have not seen പക്ഷേ any miracle. സുവിശേഷത്തിന്റെ ശക്തി The preaching of the gospel, ഞങ്ങളുടെ പട്ടണത്തെ മുഴുവൻ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. oh, it saved our entire land from ഞങ്ങളുടെ judgment. ദേശത്തെ വിടുവിച്ചു. The Lord rescued our nation. ഞങ്ങൾ നിങ്ങൾക്കെതിരെ നിന്നുകൊണ്ട് We സാക്ഷീകരിക്കും. will rise up against you and കർത്താവേ, testify. നീ We, പറഞ്ഞ ഞങ്ങൾ വിശ്വസിച്ചെങ്കിൽ if you believe what you ഈ said, തലമുറ നിന്നെ കണ്ടും കേട്ടും അനുഭവിച്ചിട്ടും this generation seeing and experiencing him, വിശ്വസിക്കുന്നില്ലെങ്കിൽ they cannot believe. ഇവർക്ക് ന്യായവിധി തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. They must have judgment indeed. Oh, Glory to hallelujah. God. Hallelujah. Glory to God. Hallelujah. സ്തോത്രം. Hallelujah. കർത്താവ് പറയുന്നു, Jesus is saying, ആ യോനെക്കാട്ടി വലിയവനാ ഇവിടെ വന്നിരിക്കുന്നത്. oh, someone far greater than Jonas is here. ഹല്ലേലൂയ. തിരുവചന പ്രകാരം അവൻ He വന്നിരിക്കുന്നത്. has come according to the ഇന്ന് scriptures. പകൽക്കാലം അവന്റെ വാഗ്ദത്തം എന്താണെന്നറിയാമോ? You know what his promise is രണ്ടോ today? മൂന്നോ പേര് എന്റെ നാമത്തിൽ കൂടി When 2 or വരുന്നുണ്ട്, 3 are gathered in his ഞാൻ name, അവരുടെ മധ്യത്തിൽ then I am എഴുന്നേൽക്കും. in his midst. ഓ, നിനക്ക് ഇനി ഒരു അത്ഭുതം കാണണ്ട. Oh, you do not have to see നിനക്ക് a ഒരു sign. അടയാളം കാണേണ്ട You do ആവശ്യമില്ല. not have need a miracle work. കാരണം You എന്താണെന്നറിയാമോ? know why? സാക്ഷാൽ ദൈവം നിന്നോട് കൂടെയുണ്ട്. God himself is manifested to you. ഇമ്മാനുവേൽ നിന്നോട് കൂടെയുണ്ട്. Emmanuel is with you. അവന്റെ പേര് ദൈവം നമ്മോട് കൂടെ. His name is God is with us. ഇത് കൂടിയത് നിനക്ക് കാണാനില്ല. There is no far greater thing than to observe than that. നിലവക്കാർ പറയും, നീ അവരുടെ സ്വന്തക്കാരുടെ ഇടയിലോ ചെന്നു അവരോ നിന്നെ കൈക്കൊണ്ടില്ല. Oh, the people of Nineveh will say he went to his own and they rejected him. ഇനി അടുത്ത ആൾ വേറൊരാൾ വന്ന് സാക്ഷീകരിക്കും. Another person will testify. ആ, അതാരാ? തെക്കേ രാജ്ഞി തെക്കേ രാജ്ഞി. ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. ആ തെക്കേ രാജ്ഞി എഴുന്നേറ്റ് പറയും. The queen of the south shall rise up in the judgment. എന്നിട്ട് പറയും, എന്ത് ചെയ്യും? തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് ആ. അതിനെ കുറ്റം വിധിക്കും. അതിനെ കുറ്റം അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ശേബ രാജ്ഞിയെ കുറിച്ചാ പറയുന്നത്. This is about Queen Sheba. അവൾ ഏതോ അറിവ് കിട്ടിയായിരുന്നു. She knew of something. ശലോമോനെ കുറിച്ച് ഒരു അറിവ് കിട്ടി അവൾക്ക്. She had knowledge about Solomon. അവള് ശലോമോൻ അവളെ വന്ന് കാണുകയല്ല. It wasn't Solomon sought her. അവൾ വെറുതെ കേട്ടതേ ഉള്ളായിരുന്നു. All she did was hear about Solomon. കേട്ട ശേബ രാജ്ഞി. The Queen Sheba, once she heard of him, അവള് പറഞ്ഞു, എനിക്കൊന്ന് പോയി കണ്ടേ പറ്റത്തുള്ളൂ. and she said, I must see him. ദൈവത്തിന്റെ വൻ പ്രവൃത്തി എനിക്കൊന്ന് പോയി I കാണണം. must see the wondrous work of ദൈവ God. സാന്നിധ്യം ഇറങ്ങി വന്ന ഇടങ്ങളൊക്കെ എനിക്കൊന്ന് I കാണണം. must see the presence of the place of ആ God. ശലോമോന് ദൈവം കൊടുത്ത ജ്ഞാനമൊക്കെ എനിക്കൊന്ന് കാണണം. I must see the wisdom of God on തെക്കേ Solomon. രാജ്ഞി അവിടെ ചെന്നെന്നാ But പറഞ്ഞത്. the Queen of South went there. അവൾക്ക് അവളുടെ അടുത്തോട്ട് ആരും വന്നില്ല. No one went to her. പക്ഷെങ്കിൽ ദൈവപ്രവൃത്തിയെ കുറിച്ച് അവള് കേട്ടപ്പോൾ, But when she heard about the move of ദൈവപ്രവർത്തന God, സാക്ഷ്യം കേട്ടപ്പോൾ, when she heard about the testimony of the move of God, she went there. അവള് പറയും, And she will say, "ഹ, തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. ആ അവരോട് കുറ്റം വിധിക്കും. ഞങ്ങൾ കേട്ടിട്ട് അവിടെ വന്ന് കണ്ടവരാ കേട്ടോ. and we heard and got there. ഹ, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇനി അത്ഭുതം അടയാളോ? Now, once you have heard, now you need miracles and wondrous works. Glory. Glory to God. സ്തോത്രം. Hallelujah. സ്തോത്രം, സ്തോത്രം. നമ്മൾ അറിയുന്നില്ല, പലരും നമുക്കെതിരെ ന്യായവിധിയിൽ എഴുന്നേൽക്കില്ല കേട്ടോ. We should not have that way when others will rise up against us on the day of judgment.
നമ്മളെക്കാൾ വലിയ വില കൊടുക്കുന്നവരുണ്ട്. There are people that pay far greater price than us. നാം ദൈനംദിനം ദൈവകൃപ അനുഭവിച്ചിട്ട് We experience the grace of God നമ്മുടെ daily. വിശ്വാസത്തിൽ നമ്മൾ തണുത്തുപോയാൽ If we go crawled in our faith, നമുക്ക് ഇനി എന്തെങ്കിലും കിട്ടിയാലേ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കത്തുള്ളെന്ന് പറഞ്ഞ് ജീവിച്ചാൽ if our attitude is only if എന്റെ God ജീവിതത്തിൽ works ഇനി ഒരു something, then I അത്ഭുതം believe അടയാളം നടക്കണം. that I must have some miracle and എന്റെ work. എന്റെ ആവശ്യമായി ജീവിച്ചാൽ If my attitude is my need, ഒരു കൂട്ടം ജനം നമുക്കെതിരെ ന്യായവിധിയിൽ there എഴുന്നേൽക്കും. will be a people that will rise up on the day of ഇന്ന് judgment പകൽക്കാലം നീ against മറന്നു you. പോകല്ലേ. Today you must not forget ദൈവം നിന്നോട് കൂടെയുണ്ട്. God is with you. ഇനി നിനക്കൊരു അടയാളം വേണ്ട. You do not need another ഇനി നിനക്കൊരു sign. അത്ഭുതം വേണ്ട. You do not need another നീ മറന്നു miracle. പോകല്ലേ. Do not forget സ്തോത്രം. നിനക്ക് ദൈവം നിന്നോട് കൂടെയുള്ളപ്പോ that when God is with you, വിശ്വാസത്തോടെ നീ കാൽച്ചുവടുകൾ വെക്ക. oh, you must put your foot with faith. ഇനി നിന്റെ ദൈവം വ്യക്തമായിട്ട് ഉപയോഗിച്ചിരിക്കും. God will use you surely. അധികാരം നിന്റെ മേൽ കൈമാറിയിട്ടുണ്ട്. The authority has been imparted to you. ആ അധികാരം നീ ഉപയോഗിക്കണം. You must utilize that നീ authority. ഉപയോഗിക്കാതെ Without utilizing it, മറ്റുള്ളവർ ചെയ്യുന്ന കാണണമെന്ന് പറഞ്ഞിരുന്നാൽ if you say that let others use, നിന്റെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതം കാണത്തില്ല. that you will not see a miracle in your life. പകരം കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് That God desires out നീ of you. പോയി അത്ഭുതം ചെയ്യ. That you must do that miraculous നീ work. അത്ഭുതം ചെയ്യ. You do that work. നിനക്ക് വേണ്ടിയുള്ള അത്ഭുതമല്ല. It's not a miracle for നീ you. ആ ജനത്തിന്റെ മധ്യത്തിൽ ഇറങ്ങിച്ചെല്ല്. You must go to that people. നീ ദേശങ്ങളിൽ പോയി You go അവകാശമാക്ക. into the nations. ഭൂതം ബാധിച്ചതിനെ നീ തകർക്ക. Oh, you should relieve the demonic ഹല്ലേലൂയ. oppression. സ്തോത്രം. നിന്റെ മേൽ ഒരു അധികാരമുണ്ട്. That there is an authority upon you. ആമേൻ. ഇങ്ങോട്ട് താ, ഇങ്ങോട്ട് താന്നല്ല. It's not let me receive. അങ്ങോട്ട് നീ കൊടുക്ക, കൊടുക്ക, That you കൊടുക്ക. give. നിന്റെ മേലുള്ള അധികാരം നീ കൈമാറ. You impart the authority upon you. ദേശങ്ങളുടെ മേലുള്ള ശക്തികളെ പൊട്ടിക്ക. Oh, you break every curse upon the നിന്നെ land. പോലുള്ള പട്ടണം നിന്നെ കാത്തു നിൽക്കുകയാണ്. The land of Nineveh is waiting for you. കുറിച്ച് കേട്ട് ജനം കേട്ട് വരണമെന്ന്. Oh, let people hear about God and come to നീ you. തന്നെയാണ് അത്ഭുതം. That you are the miracle. നീയാണ് ദൈവത്തിന്റെ വക്താവ്. That you are the messenger of നീയാണ് God. ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യേണ്ടത്. You must do things for നിന്റെ God. മേലൊരു അഭിഷേകം That പകർന്നിട്ടുണ്ട്. there is an anointing upon you. അഭിഷേകം That anointing, മുഖങ്ങളെ തകർക്കുന്നതാണ്. it will break yokes. നീ ഇനിയിരുന്ന് Through you. അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞിരിക്കാതെ Instead of saying, bless me, നീ ചെയ്യ ദൈവപ്രവൃത്തി ചെയ്യ. oh, that you say, use me, God, and do the work. നിന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ You എന്തിനാണെന്നറിയാമോ? know why you are going through experiences? ചർച്ചിൽ എഴുന്നേറ്റ് ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി Not മാത്രമല്ല. for you to testify in the നീ church, പുറത്തോട്ട് ഇറങ്ങണം. but you go outside of നിന്നെ the church. വിടുവിച്ചത് You എന്തിനാണെന്നറിയാമോ? know why you are called? വീണ്ടും ജോലി ചെയ്ത് അധ്വാനിച്ച് ധനികനാകാനല്ല. It's not for you to work and work. നിന്നെ വിടുവിച്ച ദൈവം, The Lord that delivered you, നിന്നെ the രക്ഷിച്ച ദൈവം, Lord that saved you, നിന്റെ മേൽ അഭിഷേകം പകർന്ന the ദൈവം, Lord that gave you the anointing. നിന്നോട് നിനവേ പോകാൻ പറഞ്ഞ If you have told to go to Nineveh, പോകണം. you must go there. നിന്റെ മേലൊരു ദൈവപ്രവൃത്തി ഉണ്ട്. That upon you there is a move. നിന്നെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. That there is a generation waiting for your move. ഹല്ലേലൂയ. നീ Hallelujah. കണ്ടിട്ടില്ലാത്തവര്, The people that you നീ have not seen, the കേട്ടിട്ടില്ലാത്തവര്, people that you have not heard of, നിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി, that they are waiting for your നിന്റെ word, കരച്ചലം കാണാൻ വേണ്ടി നോക്കി നിൽക്കുന്നവര് that they are waiting for you. There is a generation there. ഹല്ലേലൂയ. Hallelujah. Glory to God. Glory to God. കർത്താവ് പറഞ്ഞു ലോകത്തിന്റെ അറ്റത്തോളം പൊക്കോളാൻ. God said, go to the ends of the world. Glory to God. നീ Hallelujah. പോ. That you must go. ഹല്ലേലൂയ. Hallelujah. എന്നാൽ നീ നാം പോകത്തില്ല. But you will not go. നമ്മളിലുള്ള അഭിഷേകം ഹല്ലേലൂയ മനസ്സിലാക്കുന്നില്ല. That you are not understanding the power of the anointing upon you. ഇപ്പോഴും എവിടെയെങ്കിലും ഒരു അത്ഭുതം നടക്കുന്നുണ്ടോ എന്ന് കേൾക്കാൻ വേണ്ടിയാ That കാത്തിരിക്കുന്നത്. you are waiting to see a miracle somewhere. അടുത്ത ഉണർവിന്റെ വക്താവ് നീയാണ്. That you are the next revivalist. നീ കാത്തു നിൽക്കൽ ആരാ ഇനി അടുത്ത പ്രവാചകൻ വന്ന് എന്നോട് പറയാൻ പോകുന്നത്? Oh, do not wait for the next prophet. നിന്റെ മേലൊരു അഭിഷേകമുണ്ട്. That upon you there is an anointing. നിന്നെ കാത്തിരിക്കുന്ന അനേകരുണ്ട്. That there are many waiting for ഈ you. ഒരു വീട്ടിൽ പോകുവാൻ നിന്നെ കാത്തു നിൽക്കുന്നുണ്ട്. There are many waiting for you to go to their നീ home. എപ്പം വരുമെന്ന് പറഞ്ഞ് That they are കാത്തിരിക്കുന്നവരുണ്ട്. waiting to see when are you coming. നിന്നെ കുറിച്ചൊരു ശ്രുതി കേൾക്കാനുണ്ട്. That there is a news about you. നിന്റെ വീട്ടിൽ എന്നാ നടക്കുന്നത് കാത്തു കേക്ക് റിപ്പോർട്ട് കേൾക്കാൻ വരുന്നവരുണ്ട്. People are waiting to hear what is happening in your home. അല്ലേ നിന്റെ ചർച്ചിനെ കുറിച്ച് കേൾക്കാനുള്ളവരുണ്ട്. Oh, there are people waiting to hear what's happening in your church. ഹല്ലേലൂയ.
Hallelujah. 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 അത്ഭുതങ്ങളുടെ കാലം തീർന്നു. Oh, the time of miracles is പകരം over. നീ അത്ഭുതമായി മാറണം ലോകത്തിന്. You must be the miracle to this ഏറ്റവും world. വലിയ അത്ഭുതം നീ തന്നെയാണ്. But the greatest miracle is you yourself. അല്ലെങ്കിൽ നീ അത്ഭുതമായി പോകണം. Oh, you must be that miracle and go. തെരുവുകളിൽ ഇറങ്ങുമ്പോഴാ വരുന്നത്. It happens when you go out നീ for the Lord. മറ്റുള്ളവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴാ പോകുന്നത്. What happens when you go to the other's home? ശാപക്കെട്ടുകൾ പൊട്ടിക്കുമ്പോഴാ It സംഭവിക്കുന്നത്. happens when you break the curses of others. Udamana manada regade. Dure kamana regade. Glory to God. 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 Hallelujah. Duda mama. ശംബാരാധ. Dude regade. വേഗൽ ഖാന. Duna regade. വൈദൽ ഖാന. Dule regade. അമ്പരമൗടെ. Duda veraude. കർത്താരാധ. Hemana vaude. അമ്പലമൗടെ. Hemana vede. മേഘരാധ. Kere regade. സൈദാബാല. Dude vede. കമ്പലമൗടെ. Duda verange. കുർത്തിബലാധ. Duda verango. ചെങ്കൽബാല. Segana vaude. സൈദിത്താര. Helallelo. കുർത്തിബലാല. Hemana vaude. വേദഗദബ്ദ. Henangara. പനവപ്പാര. Duda verange. വാശിബാല. Veraktale. സൈദാബാല. Duda perao. പൂരത്താല. Duda verange. അടികത്താല. Duda verade. അൽഗബാല. Helerege. ധാരാബാല. Duda raja. വേറത്താല. Duda garaude. ശൂബാരാധ. Rajangaram. അടികീതാല. Veera verangam. തേരബദബ്ദ. Duda raga. ശൂരാബബ. Hallelujah. Duda mana gana raga. Hallelujah. പരിശുദ്ധാത്മാവ് നിന്നെ എക്യുപ്പ് ചെയ്തിട്ടുണ്ട്. The Holy Spirit has equipped you ഞാൻ നിന്നെ ഒരു നാൾ അനാഥരായി വിടകത്തില്ല. that I will not forsake you. ആ പരിശുദ്ധാത്മാവ് That Holy Spirit, നല്ല അഡ്വക്കേറ്റ് ആണ്. He is a great advocate. ഹല്ലേലൂയ. അവൻ നിന്നോട് കൂടെ നടക്കും. That He is with നീ you. ധൈര്യത്തോടെ ഇറങ്ങണം. That you go out with faith. നീ പത്രോസിനെ പോലെ വെള്ളത്തിൽ ആഴികളുടെ മേൽ കാല് വെക്കണം. You, like Peter, should put your foot അവിടെ out in the. അത്ഭുതം നടക്കും. That there will be a miracle there for നിങ്ങൾ you. രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ Once you hand your place, your hands on the സൗഖ്യം healed. പ്രാപിക്കും. That they will be healed. ഹാനികരമായ എന്തെങ്കിലും കുടിച്ചാൽ If you drink any poison, നിനക്ക് ദോഷം വരില്ല. it will not come നിനക്ക് against you. ഭൂതങ്ങളുടെ കോട്ടയെ പോകാം. Oh, that you can go to the far places. ആഭിചാരങ്ങളുടെ കോട്ടയെ പോരാ. You can go to the places of അവരുടെ oppression. പുസ്തകങ്ങളെ ചുട്ടുകളയാം. That you can burn down those നിനക്ക് things. അധികാരം ഞാൻ തന്നിട്ടുണ്ട്. I have given you the authority. നിനക്കെതിരെ ഒരു തലമുറ എഴുന്നേൽക്കത്തില്ല. Oh, that no generation could rise up against you. പക്ഷെ നിന്നോടൊപ്പം ഒരു തലമുറ എഴുന്നേറ്റ് നിൽക്കും. Alongside with you, there will be a generation. നിനക്കെതിരെ ഒരു തലമുറ എഴുന്നേൽക്കത്തില്ല. But no generation will rise up പക്ഷെ against you. നിന്നോട് അനുകൂലമായ ഒരു തലമുറ നിന്നോടൊപ്പം എഴുന്നേൽക്കും. A generation will rise up with നീ you. ഒരു തലമുറ That എഴുന്നേൽപ്പിക്കുന്നവനാ. you will rise up a നീ ഒരു generation. തലമുറ ജനിപ്പിക്കുന്നവനാ. That you will birth a നീ ഒരു generation. തലമുറയിലേക്ക് അഭിഷേകം പകരുന്നവനാ. That you will impart the anointing of a generation. നിന്റെ നിഴല് തൊട്ടാ മതി. If your shadow comes upon them, അതുകൊണ്ടൊരു അഭിഷേകം. and then there is an anointing. പച്ചവെള്ളം തൊട്ടാ മതി. On you just have to touch അത് them. പഥ്യമായി മാറും. It will become a blood medicine. ഭൂതങ്ങളെ നിനക്ക് ഓടിക്കാം. That you can chase out the demonic powers. ഹല്ലേലൂയ. Hallelujah. നിന്റെ വരവ് കേൾക്കുമ്പോൾ When they hear of your coming, ഭൂതങ്ങൾ വിറയ്ക്കും. the demons will flee. നീ ഒരു ഭവനത്തിൽ കാല് വെച്ചാൽ When you put your foot in a hole, അന്ധകാര ശക്തി വിട്ടുപോകും. the demonic power അത് will ഒരു flee. വഴിയായി വരും. They will come one way. ഏഴ് വഴിയായി They will ഇറങ്ങിപ്പോകും. go 7 ways. Uda mana raga raga. Uda mana uda raga. വൈദാരാധാര. Uda mana mana raga. Uda uda mana mana raude. Uda mana maria raga 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 raga. Uda mana martha martha raga raude. Uda maria raga raga. റബാ, റബാ, റബാ. Uda mana. Hallelujah, Jesus. നിനക്കൊരു സൈന്യത്തെ വാർത്തെടുക്കാം കേട്ടോ. That you could build up an army. സ്തോത്രം. അവർ പറയും, They will say, കർത്താവേ, God, ആ ദാസനെ ഞങ്ങളുടെ വീട്ടിൽ അയച്ചതിനായി സ്തോത്രം. we thank you for sending that servant to my home. ഹല്ലേലൂയ. Hallelujah. വലിയ ടൈറ്റിൽ ഒന്നും ഇല്ലായിരുന്നു. You might not have a great title. ആരും അറിഞ്ഞില്ലായിരുന്നു. No man had പക്ഷെ known നിന്റെ you നാമത്തിൽ വന്നതുകൊണ്ട് because they came in your name. കൃപയാൽ By grace, grace. നിത്യതയിൽ ഞങ്ങളുടെ പേര് കൂടെ എഴുതപ്പെടാൻ ഇടയായി. Oh, through that our names are ഒരു in ദേശം eternity. പറയും, That land will say ഞങ്ങൾ ജാതിക ദൈവങ്ങളെ ആരാധിച്ചവനാണ്. that we worshipped other gods. മൂർത്തികളെ സേവിച്ചവരാണ്. We served other statues. കൃപയാൽ But grace and grace. ഒരുവനെ അയച്ചു. One was sent. ഒരു ദാസിയെ അയച്ചു. A servant was sent. സ്തോത്രം. അതിനാൽ
because of that, ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞു. And we know God. ദൈവജനമേ, ദൈവവചനത്തിൽ ശക്തിയുണ്ട്. People of God, there is power in the word of God. നിന്റെ വാക്കിലല്ല, ദൈവവചനത്തിൽ ശക്തിയുണ്ട്. There is power in the word of God. ദൈവ സ്നേഹത്തിൽ സ്വാധീന ശക്തിയുണ്ട്. There is an influence in the love of God. നിന്നെ അല്ല അവർ കാണുന്നത്. They don't see you. നിന്റെ ദൈവത്തെയാണ് അവർ കാണുന്നത്. They see the God within you. ദൈവത്തിന്റെ നാമം, the word of God, ഒരു ദുർഗമാണ്. It is your refuge. നിനക്ക് സൈന്യത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലാം. You can go against the army. ദൈവത്താൽ നിനക്ക് മതിൽ ചാടിക്കടക്കാം. You can overcome any hurdle. മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങളെ വെല്ലുവിളിക്കാം. You can scale up any mountains that come your way. നീ പോകണം. You must go. നീ ഇറങ്ങണം. You must get out. നിന്റെ അഭിഷേകത്തിന്റെ വില മനസ്സിലാക്കണം. You must understand the power of your anointing. മനസ്സിലാക്കണം. You must understand who you are. അയക്കപ്പെട്ടവനാണ്. You have been sent. നിന്നെ മിഷനോടെ വിട്ടതാണ്. You have been sent by a mission. ചലഞ്ചോടെ വിട്ടതാണ്. You have been sent by the enemy. But you must go. നിന്റെ പുറകെ ദൈവം ഉണ്ട്. God is with you. നീ പോയാൽ, if you go, അത്ഭുതങ്ങളാലും miracles, അടയാളങ്ങളാലും, through signs, വീര്യപ്രവർത്തികളാലും, wondrous words, സത്യസഭ വെളിപ്പെടും. The true church will be revealed. Udamana manada varaderi. Udagana sarada varayadagane. Udamana manavara maundala mamdala mavare. Oh Lord, hallelujah. Hallelujah. നീ മിണ്ടാതിരുന്നാൽ, if you stand still, മൊർദെഖായിയുടെ വാക്ക് ഞാൻ കടം വാങ്ങിക്കുന്നു. I'm going to borrow the words of Mordecai. നീ ഇപ്പോൾ മിണ്ടാതിരുന്നാൽ, if you are silent now, മറ്റൊരിടത്തു നിന്ന് യഹൂദന്മാർക്ക് രക്ഷ വരും. That the Jews will get their rescue through another place. നീയും, but you, നിന്റെ കുടുംബം, and your generation, രക്ഷപ്പെടത്തില്ല. They cannot be rescued. ഇപ്പോൾ നിനക്ക് സംസാരിക്കാനുള്ള സമയമാണ്. Right now you have an opportunity to speak. This is your opportunity to move. ഇപ്പോൾ നിനക്ക് രാജാവിന്റെ സന്നിധിയിൽ പോകാം. Now you could go to the king. നിനക്ക് ഇന്ന് ആരോഗ്യമുണ്ട് കേട്ടോ. You have a health. ഇന്ന് നിനക്ക് ശക്തിയുണ്ട് കേട്ടോ. You have the strength. ഇന്ന് നിനക്ക് സ്വാധീനമുണ്ട്. You have the influence. ഇന്ന് നിനക്ക് സുബോധമുണ്ട്. You have the good mind. ഇന്ന് നീ പോണം. You must go today. ഇന്ന് പോയേ പറ്റൂ. You must go. പോയില്ലെങ്കിൽ, if you do not go, അവരുടെ രക്തം നിന്നോട് ചോദിക്കും. Their blood will ask you. സമയം തീർന്നു. My time has come. പക്ഷെങ്കിൽ ഈ തലമുറയ്ക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും വേണ്ട. But this generation do not seek a sign or a wondrous. നിങ്ങൾ തന്നെ അത്ഭുതമാണ്. That you are the miracle. 43ാമത്തെ വാക്യം മുതൽ അടുത്തൊരു വിവാദ, പക്ഷെ ഞാൻ ഇപ്പൊ അങ്ങോട്ടും കേറുന്നില്ല. I'm not going to go from verses 43. There's the next portion of behind it. ഇന്ന് കണ്ട വിടുതലൊക്കെയും, the deliverances that you see today, താൽക്കാലികമായി മാറും. It could become temporal. 7 ഇരട്ടി ശക്തിയോടെ നാളെ വരും. That it will come. ഇന്ന് അടിച്ചു വാരി ക്ലീൻ അപ്പ് ആക്കി എടുത്ത തീരുമാനത്തിന്റെ മുമ്പിൽ, if you do not stand firm on the decision, പ്രതികരിച്ചില്ലെങ്കിൽ, if you don't react, അവൻ 7 ഇരട്ടി ശക്തിയായിട്ട് തിരിച്ചു വരാൻ പോകുന്നു. He will come back 7. ഇന്ന് ഓടിച്ചു വിട്ട ദുഷ്ടശക്തികളെ, ഇന്ന് സത്യമാക്കിയ രോഗബന്ധനങ്ങളെ, അവൻ 7 ഇരട്ടി ശക്തിയോടെ തിരിച്ചു നിന്റെ അടുത്ത് വരും. വചനം ഇങ്ങനെ പറയുന്നു, അവനെ കാട്ടിലും ദുഷ്ടതയേറിയതാ വരാൻ പോകുന്നത്. ഇപ്പം വന്നതിനെക്കാട്ടിൽ 7 ഇരട്ടി ശക്തിയുള്ളതാ വരാൻ പോകുന്നത്. 7 times more powerful. പക്ഷേ ഇന്ന് നീ ഇറങ്ങിയാൽ, but if you chase it out today, അവന്റെ പദ്ധതി എന്നേക്കുമായി പാളിപ്പോയി. That his work has been gone forever indeed. Amen. Glory. And sodram. Hallelujah. ദൈവവചനത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാമോ? Can we surrender to the word of God? നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തുനിന്ന് സമർപ്പിച്ചാൽ മതി. The place wherever you are, can you surrender? കൈയൊന്നും പൊക്കണ്ട. You do not have to even raise your hands. ഹൃദയം ദൈവസന്നിധിയിൽ പൊക്കിക്കണം. But can you raise your heart? എന്നിട്ട് കർത്താവിനോട് പറയണം. And can you say to the Lord, ആ അത്ഭുതം ഞാനാണ്. God, I am that miracle. എനിക്ക് ഒരു രക്തം എന്നോട് ചോദ്യം ചെയ്യുന്ന ആ ദിവസം അനുവദിക്കല്ല കർത്താവേ. I do not want that day where one blood will ask me. പകരം instead, അനേകർ കറ്റകൾ കൊണ്ടുവരുമ്പോൾ, that when I bring many, ചില മണികളെങ്കിലും എൻ്റെ കൈ കൊണ്ടുവരാൻ, that let me bring some seeds. കർത്താവ് പറയും, മോനെ മണികളല്ല,
God is saying not നിനക്കും just വലിയ കച്ചകൾ കൊണ്ടുവരാം. that you could bring many ഇന്ന് ഇറങ്ങ harvests. ഇറങ്ങ ഇറങ്ങ. You just get out and do. ദൈവജനമേ, നമ്മുടെ പ്രസംഗത്തിന്റെ ചാതുര്യത്തിലൊന്നും അല്ല ജനം വിടുവിക്കപ്പെടുന്നത്. The people are not being delivered through the beautiful words that we say in our messages. നമ്മുടെ കൈ ഒരു തലമേൽ വെക്കുമ്പോ കൈക്കകത്തുനിന്നൊന്നും ഫ്ലോ ചെയ്യുന്നില്ല. But there is nothing flowing through our hands when we place our hands on പക്ഷെ the അവിടെ ഒരു person. ദൈവശക്തി ഇറങ്ങി വരും. But a power instead comes out. അത് നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. That you just pray in faith and pray. കർത്താവല്ലേ അയക്കുന്നത്. Isn't it God that sent you? നീ നാണം കെടേണ്ട ഒരു ആവശ്യമില്ല. There is nothing for you to be കർത്താവിനെ ashamed. സൗഖ്യമാക്കണമെങ്കിൽ സൗഖ്യമാക്കിക്കോളൂ. If God desires to heal that person, He will be healed. കർത്താവ് അവിടെ ബന്ധനത്തെ പൊട്ടിക്കണമെങ്കിൽ If God desires their yokes to be broken, ഒരു കൊച്ചു പറഞ്ഞാ മതി. a small child, ഒരു when they മൃഗം come, പറഞ്ഞാ മതി. even an animal, അങ്ങനെയൊക്കെ ദൈവം ചെയ്തിട്ടുണ്ട്. God has done that. നീ പറ. You just നീ say. പോയി പറയേണ്ട കാര്യം പറഞ്ഞാ മതി. You must say the things you have been told to do. പ്രവർത്തിക്കുന്നത് ദൈവം. It is God that moves. നട്ടവനും നനയ്ക്കുന്നവനും അല്ല, It's not the one that has sown and planted. വളർത്തുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. It is the Lord that increaseth it. വളർത്തുന്ന ഒരു ദൈവമുണ്ട്. The Lord that അത് increases. ആരും കാണത്തില്ല. No one അത് sees that. എപ്പോഴാണെന്ന് അറിയത്തില്ല. We do not know at which പക്ഷെ നീ moment. ചില പ്രത്യക്ഷ അടയാളങ്ങൾ കാണും. But there will be unexpected ആ ഭൂതം moments. വിട്ടുപോകാൻ പ്രത്യക്ഷ ഒരു അടയാളം കാണും. There will be an assignment. രോഗബന്ധനം വിട്ടുപോകുമ്പോ പ്രത്യക്ഷ ഒരു അടയാളം There കാണും. will be a manifested sign when അത് the ആ healing happens. വളർത്തുമാറാക്കുന്ന ദൈവം. That is God that comes through at that point. Oh, rakamana shagadagara. നീ വിശ്വാസത്തോടെ ചെയ്താൽ മതി. You must do it in faith. അവനെ നിന്നെ രക്ഷിച്ചത് കടലാനയല്ല. Jonah, what rescued you was not the whale. ഞാൻ പറഞ്ഞിട്ടാ ചെയ്തത്. That whale obeyed me. യോനെ നിനക്ക് തണല് തന്നത് ആവണക്കല്ല. Jonah, the plant did not give you the shade. ഞാൻ പറഞ്ഞിട്ടാ അത് വന്നത്. It did rise up because I ഞാൻ said പറഞ്ഞിട്ടാ so. പുഴു വന്നത്. I was the one that sent the worm. അതുകൊണ്ട് നീ ഒന്നിലും ഓണർഷിപ്പ് ക്ലെയിം ചെയ്യണ്ട. Do not claim ownership or anything. നീ ഒരു അത്ഭുതത്തിന്റെയും ഓണർ അല്ല. You are not the owner of any miracle. ശുശ്രൂഷ ആരുടെയും സ്വന്തമല്ല. Ministry does not belong to a person. നിനക്ക് വായ്പ തന്നിരിക്കുന്നത്. It has been given to you. നിനക്ക് വായ്പ തന്നിരിക്കുന്ന. It has been lended to പോയി you. ബിസിനസ് ചെയ്യ. Or do the work. പോയി കൈകാര്യം ചെയ്യ. Or do the അവിടെ manifestation. വിടുതൽ സംഭവിക്കും. There you will see a miracle.